ഞാൻ ഇതുപോലെ പറഞ്ഞല്ലോ, അവിടെ റെന്റ് കൊടുക്കുന്നില്ല പലർക്കും, അവിടെ പാവപ്പെട്ടവർക്ക് ചികിത്സ, ഈ അപകടത്തിൽ പരിക്ക് പറ്റിയവരുടെ ചികിത്സ സഹായം ചെയ്തു കൊടുക്കുന്നില്ല. പിന്നെ ആവശ്യമായ ഒരു സഹായവും ഗവൺമെന്റിന് ബാധില്ല. 242 കോടി രൂപ ആളുകൾ കൊടുത്ത പൈസ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പൊ പ്രചരണം നടത്തുകയാണ്. ഞങ്ങള് പ്രചരിപ്പിച്ചു CMDRF-ലേക്ക് പൈസ കൊടുക്കരുതെന്ന് UDF പ്രചരിപ്പിച്ചു. CMDRF-ൽ ഞാനടക്കമുള്ള ആളുകൾ പൈസ കൊടുത്തിട്ടുണ്ട്. UDF MLA-മാര് പൈസ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ തന്നെ ഏകദേശം 19 ലക്ഷത്തോളം രൂപ ഞങ്ങൾ തന്നെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളല്ല, ഞാനടക്കമുള്ള ആളുകൾ, ഞങ്ങൾ MLA-മാർ, UDF MLA-മാര് മുഴുവൻ പൈസ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ പ്രചരിപ്പിക്കുകയാണ്. UDF പറഞ്ഞു CMDRF പൈസ കൊടുക്കരുതെന്ന്. കള്ളത്തരം പറയാണ്, പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ്. ഞാനടക്കം പൈസ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ MLA-മാരെല്ലാം, MP-മാരെ എല്ലാവരും പൈസ കൊടുക്കാൻ പറഞ്ഞു. ഞങ്ങളെല്ലാം പൈസ കൊടുത്തു. ഞങ്ങൾ ആരോടെങ്കിലും കേരളത്തിൽ പറഞ്ഞോ CMDRF പൈസ കൊടുക്കരുത്? ഞങ്ങൾ കൊടുത്തു. ഞങ്ങൾ മാതൃക കാണിച്ചു പൈസ കൊടുത്തിട്ട്. എന്നിട്ട് വെറുതെ പ്രചരിപ്പിക്കുകയാണ്. അത് കോൺഗ്രസിന്റെ അവിടെ ഇവര് 1 കൊല്ലം പിടിച്ചു സ്ഥലം കണ്ടുപിടിക്കാൻ. എന്നിട്ട് ആ സ്ഥലം ഞങ്ങൾക്ക് തരില്ല എന്ന് പറഞ്ഞു, വീട് വയ്ക്കാൻ. അപ്പോഴാണ് ഞങ്ങൾ സ്ഥലം കണ്ടുപിടിക്കാൻ പോയി. ഞങ്ങൾ 3 മാസം 4 മാസം കൊണ്ട് ഞങ്ങൾ സ്ഥലം കണ്ടുപിടിച്ച് ഞങ്ങൾ സ്ഥലം രജിസ്റ്റർ ചെയ്തു. അപ്പൊ കുറെ സോഷ്യൽ മീഡിയയിൽ വായി തോന്നുന്ന പൈസ എവിടെ പോയി? എന്റെയും KPCC പ്രസിഡന്റിന്റെയും ജോയിന്റ് അക്കൗണ്ടിലാണ് പൈസ. 1 രൂപയും പോയിട്ടില്ല. ഇപ്പോഴാണ് ആദ്യമായിട്ടൊരു ചെക്ക് ഞാൻ ഒപ്പിട്ട് കൊടുത്തത്. കാരണം ഈ സ്ഥലം മേടിക്കാനുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ചെക്ക് ഒപ്പിട്ട് കൊടുത്തത് ഇപ്പോഴാണ്. ഒരു ചെക്ക് ഒപ്പിട്ടത് അല്ലെ, യൂത്ത് കോൺഗ്രസിന്റെ പൈസ പോയെന്ന് പറഞ്ഞു. അവരുടെ പൈസ KPCC-യിലേക്ക് അവർ തരുവാണ്. വെറുതെ പ്രചരിപ്പിക്കുകയാണ്. എന്നിട്ട് 742 കോടി രൂപ ബാങ്കിൽ ഇട്ടിട്ട് നാട്ടുകാരെ അവരെ സഹായിക്കാൻ കൊടുത്ത പൈസ ഒരു സഹായം കൊടുക്കുന്നില്ല. ചികിത്സാ സഹായം പോലും കൊടുക്കുന്നില്ല. ഈ ധനസഹായങ്ങളെല്ലാം നിർത്തി. എന്നിട്ട് പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ കൂടി. ഞാൻ പറയല്ലേ, AKG സെന്ററിൽ ഇരുന്ന് സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരിപ്പിക്കുന്നത് മുഴുവൻ പച്ചക്കള്ളമാണ്. ഒരു പ്രസക്തിയില്ല. ഞങ്ങളേതാണ്ട് പൈസ തട്ടിക്കൊണ്ടുപോയി. നീ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുത്ത പൈസ അക്കൗണ്ട് പൈസ ഒതുക്കി വന്നിട്ട് ഇപ്പോഴാണ് ആദ്യമായിട്ടൊരു ചെക്ക്, ജോയിന്റ് അക്കൗണ്ടാ എന്റെ KPCC പ്രസിഡന്റ്, ഇപ്പോഴാണ് ഒരു ചെക്ക് ഒപ്പിട്ട് ചെക്ക് ഞങ്ങളിപ്പോ ഇതിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ സ്ഥലം രജിസ്റ്റർ ചെയ്തപ്പോ, സ്ഥലം രജിസ്റ്റർ ചെയ്തല്ലോ, ഞങ്ങൾ 3-3.5 മാസം കൊണ്ട് രജിസ്റ്റർ ചെയ്തില്ലേ. സർക്കാർ 1 കൊല്ലം പിടിച്ചു. 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് സർക്കാർ സ്ഥലം കിട്ടിയത്. ഞങ്ങൾക്ക് അത് തരില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങളിൽ അവിടെ പണിയാന്ന് വിചാരിച്ചാണ് വേറെ സ്ഥലം. ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? 100 വീടിനുള്ള പൈസ കർണാടക ഗവൺമെന്റ് കൊടുത്തില്ലേ? 20 കോടി കൈമാറിയില്ലേ? ലീഗ് സ്ഥലം മേടിച്ച് നിർമ്മാണ പ്രവർത്തനം 100 വീടിന്റെ ആരംഭിച്ചില്ലേ? ഞങ്ങളിപ്പോ സ്ഥലം മേടിച്ചില്ലേ? അതിനെന്തൊരു അതിശയമായിരുന്നു? അതിലെന്താ തെറ്റ്? ഞാൻ പറഞ്ഞതിൽ എന്ത് ഫാക്ച്വൽ മിസ്റ്റേക്കാണ് ഉണ്ടായിരുന്നത്? ഈ 3 കാര്യമാണ് പറഞ്ഞത് ഞാൻ, അല്ലേ? അതിൽ 2 കാര്യം, ഒരു കാര്യം നടന്നു, പൈസ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു 100 വീടിന്റെ. 2ാമത്തെ കാര്യം നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. 3ാമത്തെ കാര്യം ഞങ്ങൾ സ്ഥലം മേടിച്ചു, ഞങ്ങൾ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കും. അതിലെന്ത് തെറ്റുള്ളത്? പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ CPM അതൊന്നും ഓടില്ല കേരളത്തിൽ.